അമേരിക്കയിൽ വീണ്ടും വെടിവെപ്പ് നടന്നു. 4 പേർ കൊല്ലപ്പെട്ടു. അനവധി പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. 26 വയസ്സുള്ള അമേരിക്കൻ പൗരൻ ഷൈൻ ടാമുറ കറുത്ത വർഗ്ഗക്കാരനാണ് വെടിവെച്ചത് എന്നുള്ളത് പിന്നീട് സ്ഥിരീകരിച്ചു. 345 പാർക്ക് അവന്യൂയിലെ മാൻഹട്ടനോട് ചേർന്ന് തിരക്ക് പിടിച്ച സ്ഥലത്ത് അപ്രതീക്ഷിതമായി എത്തിയ BMW കാറിൽ എത്തിയിരിക്കുന്ന ഈ പറയപ്പെട്ട ഷൈൻ ടാമുറ M4 റൈഫിൾ ഉപയോഗിച്ച് നിരന്തരം വെടിവെക്കുകയായിരുന്നു. വെടിവെപ്പിൽ സ്പോട്ടിൽ തന്നെ ആണ് ഈ 4 മരണം സ്ഥിരീകരിച്ചത്. പ്രതിയെ വെടിവെച്ച് കൊന്നു, സൈനികനും മരിച്ചു. അതായത് പ്രതിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെ പ്രതിക്ക് നേരെ വെടിവെപ്പ് നടത്തുകയോ ചെയ്തിരിക്കുന്ന സൈനികനും വെടിയേറ്റ് മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ബംഗ്ലാദേശി പൗരനായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇരട്ട പൗരത്വമുള്ള ബംഗ്ലാദേശി പൗരനായിരിക്കുന്ന ദിദാറുൽ ഇസ്ലാമാണ് വെടിയേറ്റ് മരിച്ചത്. ഇതോടുകൂടി 2 രീതിയിൽ ഈ പ്രശ്നത്തെ അവിടെ വ്യാഖ്യാനിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. എന്തിനാണ് ഈ പ്രതികൾ വെടിവെച്ച് കൊല്ലുന്നത് എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായ ഉടനെ തന്നെ പ്രതിയെ വെടിവെച്ച് കൊന്നു. ഏതാനും ദിവസം കഴിഞ്ഞ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആരോപിച്ച കാര്യം ഇതിന് പിന്നിൽ ഇറാൻ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളത്. ഇറാൻ ഉണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ, ഇറാനെ പിടികൂടണമെങ്കിൽ ആദ്യം പ്രതിയെ പിടികൂടണമല്ലോ. ആദ്യം പ്രതിയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് പിന്നീട് ഈ ആരോപണം പറയുന്ന പ്രവർത്തനങ്ങൾ ഇതിനു മുൻപേ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പോഴും ചെയ്യുന്നു എന്ന് ചുരുക്കം.